ചെയ്യേണ്ട 2 മിനിറ്റ് കൊണ്ട് തീരേണ്ട ഒരു പ്രവൃത്തിനെ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിൽ എല്ലാവർക്കും ഉണ്ട്. ഡോക്ടർ മാക്സ്വെല്ലിൻ്റെ സ്റ്റഡി പ്രകാരം പറയുന്നത് 21 ദിവസം കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം, ഒരു ശീലം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്ത് ശീലിക്കാത്ത ഏതൊരു കാര്യവും നമുക്ക് 21 മുതൽ 66 ദിവസം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലർലി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾ മരിക്കുന്നത് വരെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ശീലമായിട്ട് അത് മാറാൻ സാധ്യതയുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഹൗ ടു ക്രിയേറ്റ് എ ഗുഡ് ഹാബിറ്റ്, അല്ലെങ്കിൽ ഒരു ഗുഡ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. വെൽക്കം ടു ദ വീഡിയോ. മൈ നെയിം ഈസ് ഷിജു തോമസ്. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് ഒരുപാട് നല്ല ശീലങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ പോയിന്റാണ് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ശീലം വളർത്തിയെടുത്താൽ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്തതുകൊണ്ടാണ് നമുക്ക് അതൊരു ശീലമായിട്ട് വരുന്നത് അല്ലേ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നു, ഭയങ്കരമായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മറ്റൊരു വ്യക്തി എല്ലാ ദിവസവും 10 മിനിറ്റ് മാത്രം എക്സസൈസ് ചെയ്യുന്നു. ഇതിൽ എല്ലാ ദിവസവും 10 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്ന വ്യക്തിക്കായിരിക്കും മറ്റേ വ്യക്തിയേക്കാളും കൂടുതൽ ഫിസിക്കലി ബെനിഫിറ്റ്സ് ലഭിക്കാൻ പോകുന്നത്. കാരണം കൺസിസ്റ്റൻസി ഉണ്ട്, ഡിസിപ്ലിനും ഉണ്ട്. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടിയും വരാനായിട്ട് നല്ല ശീലങ്ങൾ ഒരുപാട് സഹായിക്കും കേട്ടോ. അടുത്തതാണ് ഇംപ്രൂവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇംപ്രൂവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, നമുക്കൊരു മാനേജ്മെൻറ്റ് സ്കില്ല്, മാനേജറിയൽ സ്കില്ല്, അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെൻറ്റ്, ടീം പ്ലെയർ, അങ്ങനെ ഒരുപാട് മേഖലയിലുള്ള കാര്യങ്ങൾ നമുക്ക് നല്ലൊരു ശീലങ്ങൾ വളർത്തിയെടുത്താൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിൻ്റാണ് റെഡ്യൂസ് പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് കേട്ടപ്പോൾ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളിൽ 99% ആളുകൾക്കും ഉള്ളൊരു കാര്യമാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമ്മളോട് പറയാനാണ് ഇതൊന്ന് ചെയ്തിട്ട് വന്നേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ്, 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും 2 മണിക്കൂർ സമയമുണ്ടല്ലോ, പിന്നെ 2 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ലേ, പിന്നെ ചെയ്യാം, ഇപ്പം അർജൻറ്റായിട്ട് ചെയ്ത് തീർക്കേണ്ട ആവശ്യമില്ലല്ലോ, സമയമുണ്ട്, 2 മിനിറ്റ് കൊണ്ട് തീരും, പിന്നെ ചെയ്യാം എന്ന് പറയില്ലേ. നമ്മൾ പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന അപ്പാപ്പ ചെയ്യേണ്ട 2 മിനിറ്റ് കൊണ്ട് തീരേണ്ട ഒരു പ്രവൃത്തിനെ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിൽ എല്ലാവർക്കും ഉണ്ട്. നീ പറഞ്ഞാൽ എത്ര പേർക്ക് പ്രോക്രാസ്റ്റിനേഷൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിക്ക് നല്ലോണം ഉണ്ട്. ഒരു പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് ചെയ്യേണ്ട ഡെയിലി ടാസ്ക് ഉണ്ടല്ലോ, നമ്മളതൊരു പേപ്പറിലോ മൊബൈലിലോ നോട്ട് ചെയ്തിട്ട് സ്ട്രക്ചേർഡ് വർക്ക് പ്ലാൻ എന്ന് പറയുക, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ടാസ്ക് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് അതിങ്ങനെ ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടെങ്കിൽ പോലും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ജോലികൾ ചെയ്ത് തീർക്കും. അങ്ങനെ നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എൻഹാൻസ് ഫോക്കസ് ആൻഡ് ക്ലാരിറ്റിയാണ് അടുത്തൊരു ബെനിഫിറ്റ്. ഫോക്കസ് ആൻഡ് ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്, നമുക്ക് ആ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കൂടുതൽ ഫോക്കസ് ചെയ്യാനും നമുക്ക് വലിയൊരു ടാസ്കിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ടാസ്കുകളാക്കി മാറ്റാനും സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ IPL നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ടോട്ടൽ സ്കോർ നമ്മൾ ചേസ് ചെയ്യാൻ പോകുന്നത് 250 റണ്ണ് നമ്മൾ ചേസ് ചെയ്യുമ്പോൾ 20 ഓവറിൽ 250 ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് പേടി തോന്നും. നേരെ മറിച്ച് അവരതിനെ ഡിവൈഡ് ചെയ്യാണ്, ഒരു ഓവറിൽ എനിക്ക് 15 റണ്ണ് വേണം, അപ്പോൾ 6 ബോളിൽ 15 റണ്ണ് വേണം. അപ്പോൾ 6 ബോളിൽ ഞാൻ ഒരു 4ഉം ഒരു 6ഉം ബാക്കി 2 സിംഗിൾ ഓടിയാൽ മതി, ബാക്കി 2 ബോൾ എനിക്ക് വെറുതെ വിടാനുള്ള സമയമുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു 250 എന്നുള്ള ഭീകര ടാർഗറ്റിനെ ഒരു 6ഉം 4ലേക്കും മാത്രമായിട്ട് നമ്മൾ ചുരുക്കിയ പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഡിവൈഡ് ചെയ്ത് സ്ട്രക്ചേർഡ് ആക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വലിയ ടാസ്കുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേഷൻ കൂട്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു ഗുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുത്ത് മറ്റൊരു ഗുണമാണ് കോൺഫിഡൻസ് ആൻഡ് റെസിലിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. കോൺഫിഡൻസ് നമ്മൾ ഭൂരിഭാഗം ആളും കേട്ടിട്ടുണ്ടാവും, റെസിലിയൻസ് എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരുപാട് പേർക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഈ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രതിരോധശേഷി എന്ന് പറയും. പ്രതിരോധശേഷി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യണം, നമ്മളെല്ലാ പണിയും ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ
അവസാനം എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചേട്ടാ ഇത്രയും കഷ്ടപ്പെട്ടിട്ടോ എനിക്കിതിങ്ങനെ കേട്ടല്ലോ, നമ്മളതിൽ തളർന്നു പോകും. അപ്പോൾ അത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എതിർപ്പുകൾ വരുമ്പോൾ തളർന്നു പോകാതെ നമ്മുടെ ആ ഒരു ബേസിക് പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കുക എന്നുള്ളൊരു കഴിവ് നമുക്ക് നേടിയെടുക്കാനായിട്ട് നമ്മുടെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കട്ടെ. ആറാമത്തെ പോയിൻ്റാണ് കേട്ടോ, ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ നല്ലൊരു ശീലം വളർത്തിയെടുക്കുന്നത് നമുക്ക് ജോലി കിട്ടാനോ പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനോ അതിനുവേണ്ടി മാത്രമല്ല. നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പനി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിസിക്കൽ ബോഡി, നമ്മുടെ ഒരു മസിലുള്ള ഒരു ബോഡി എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കുക. നമുക്ക് പെട്ടെന്നൊരു 5 നില കെട്ടിടം മുകളിലോട്ട് കയറണം, അല്ലെങ്കിൽ ഒരു കുന്നുമല കയറണം, അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ ഒരു സാധനം ലിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഇത്രയും സാഹചര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനും അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച കിടപ്പിലാവാതെ പഴയ പോലെ തന്നെ ഓടി നടക്കാനുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നല്ലൊരു ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറയുന്നത് ഒരു ഗുഡ് ഹാബിറ്റാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നതിനോ ചേട്ടാ നിങ്ങൾ കുറേ നേരമായി ഹാബിറ്റിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണു, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എങ്ങനെയാണ് ഞാനൊരു ഗുഡ് ഹാബിറ്റ് വളർത്തിയെടുക്കേണ്ടത്? നിങ്ങൾക്കൊരു പക്ഷേ പുസ്തകം വായിക്കുക എന്നുള്ളൊരു ശീലം വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ജിമ്മിൽ പോകുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക എന്നൊരു പ്ലാൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് നല്ല ശീലങ്ങൾ ഗുഡ് ഹാബിറ്റ്സ് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. 9 തരത്തിലുള്ള മെത്തേഡുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റാണ് സ്റ്റാർട്ട് സ്മോൾ എന്ന് പറയുന്നത്. സ്റ്റാർട്ട് സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജിമ്മിലൊക്കെ പോകുമ്പോൾ തന്നെ അവിടുത്തെ ട്രെയിനർ ആദ്യമേ പറയും നീ ഒരു 2 കിലോൻ്റെ ചെറിയ ഡമ്പൽ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്ത് തുടങ്ങട്ടാ. നമുക്ക് ശരിക്കും 5-ൻ്റെയോ 10-ൻ്റെയോ ഡമ്പൽ എടുത്തിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാവുമെങ്കിലും ട്രെയിനർ പറയും 2-ൻ്റെ എടുത്താൽ മതി എന്ന്. അപ്പോൾ സ്റ്റാർട്ട് സ്മോളാണ് ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് തോന്നി ഇയാളെന്തോ ഒരു ചെറുതിന് തുടങ്ങാൻ പറയണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വലുതിലോട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മിസ്റ്റേക്കുകൾ വരാനും നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് ആ ഒരു പരിപാടി ഒഴിവാക്കി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ടാസ്ക് ആണെങ്കിലും എന്ത് ശീലമാണ് നിങ്ങൾ വളർത്തിയെടുക്കാൻ പോകുന്നുണ്ടെങ്കിലും പുസ്തക വായനയാണോ ദിവസവും 2 മിനിറ്റ് വായിച്ചാൽ മതി, ജിമ്മിൽ പോവാണോ 10-15 മിനിറ്റ് ജിമ്മിൽ പോയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണോ 5-10 മിനിറ്റ് ചെയ്താൽ മതി. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റിനോട് അനുബന്ധിച്ച് വരുന്നൊരു സംഭവമാണ് കേട്ടോ. ചെറുതായിട്ട് തുടങ്ങിയ സാധനം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ചെയ്യുകയാണ്. ഞാൻ ഡെയിലി ഒരു പേജ് പുസ്തകം വായിക്കാൻ തീരുമാനിച്ചു, സ്റ്റാർട്ട് സ്മോൾ തീരുമാനമായല്ലോ. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ടാസ്ക് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഒരു പേജ് വെച്ച് പുസ്തകം വായിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ശീലം പതിയെ ഡെവലപ്പായി വരുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തേതാണ് യൂസ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റാണ് കേട്ടോ. യൂസ് ട്രിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു ശീലം വളർത്തിയെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടിയോട് ഇത് കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ചായ കുടിക്കുന്ന ശീലമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന ശീലമുള്ള ആളാണ്. ഈ ചായ കുടിക്കുന്ന ശീലം ഉള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ചായ കുടിക്കുമ്പോൾ പുസ്തകം വായിക്കാൻ പ്ലാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം എടുക്കുക. ആ നേരത്തെ നമ്മൾ തീരുമാനിച്ച 1-2 പേജ് വായിക്കാൻ തീരുമാനിച്ചത് ഈ ചായ കുടിക്കുന്ന ടൈമിൽ 2 പേജ് വായിച്ച് തീർക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ, ഇതൊരു ട്രിഗർ മെത്തേഡാണ്. ഈ ചായ കുടിക്കുക എന്നുള്ളത് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ശീലമായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ചായ കുടിക്കും. അപ്പോൾ ഈ ചായ കുടിക്കുന്ന സമയത്ത് പുസ്തകം വായിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചായ കുടിക്കുന്ന സമയത്ത് പുസ്തകം വായിച്ചില്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നും. മനസ്സിലായില്ലേ? അതായത് രാവിലെ ഒരു ചായയുടെ കൂടെ പേപ്പർ വായിക്കുന്ന ഒരുപാട് മലയാളികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ചായയുടെ കൂടെ പേപ്പർ വായിച്ചില്ലെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നും. കാരണം ആ പേപ്പർ വായിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ടല്ല, അവർക്ക് ചായയുടെ കൂടെ പേപ്പർ വായിക്കുക എന്നുള്ളൊരു ശീലം ഡെവലപ്പ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു ട്രിഗറിങ് മെത്തേഡ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടിരിക്കും കേട്ടോ. നാലാമത്താണ് പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങാൻ തീരുമാനിച്ചു, കൺസിസ്റ്റൻ്റ് ആവാൻ തീരുമാനിച്ചു, നിങ്ങൾ ഒരു സാധനമായിട്ട് അറ്റാച്ച് ചെയ്തു, ട്രിഗറിങ് മെത്തേഡൊക്കെ ചെയ്തു. പക്ഷേ നിങ്ങൾക്കൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പണ്ട് വയലിൻ പഠിക്കാൻ പോയി. അപ്പോൾ വയലിൻ പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതാണ്.
ചെന്നുപെട്ട മാഷാണെന്നുണ്ടെങ്കിൽ സിംഹത്തിൻ്റെ മടലിൽ ചെന്നുപെട്ട പോലെ ഈ പുള്ളിക്ക് ഭയങ്കരമായിട്ട് വയലിൻ വായിക്കാൻ അറിയാം, പക്ഷേ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മൂപ്പർക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ മൂപ്പര് നോട്ടൊക്കെ മൂപ്പര് എഴുതി തരും, എന്നിട്ട് എൻ്റെ അടുത്ത് പറയും ഇത് നോക്കി വായിച്ചോ, അതേപോലെ വയലിനിൽ വായിച്ചോ എന്ന് പറയും, വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്തോ എന്ന് പറയും. അപ്പോൾ ഈ നോട്ട് വായിക്കാൻ പുള്ളിക്കാരൻ എന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ നോട്ട് കാണുമ്പോൾ ഏതാണ്ട് ചൈനീസ് ഭാഷ കാണുന്ന പോലെ മനസ്സിലാവുന്നത് എനിക്കറിയുന്നില്ല. അപ്പോൾ ഞാൻ പുള്ളി വായിക്കുന്ന ഫിംഗറിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ആ ഒരു താളം മനസ്സിൽ വെച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനിരിക്കും. അപ്പോൾ ഞാൻ വയലിനെടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏതാണ്ട് പട്ടി പോലിരുന്നൊരു സൗണ്ട് പോലത്തെ സൗണ്ടാണ് വരുന്നത്, വയലിൻ്റെ സൗണ്ട് തന്നെ വരുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി വീട്ടിൽ വരുന്നു ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അമ്മയും അനിയത്തിയൊക്കെ പറയും ഒന്ന് ശബ്ദം ഉണ്ടാക്കാണ്ടിരുന്നൂടെ, അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ, നീ എന്തിനും ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് ശബ്ദം ഉണ്ടാക്കണേ എന്നുള്ള പോലെ പലപ്പോഴും പറയും. അങ്ങനെ പറഞ്ഞ് അത് എന്തായെന്നറിയും, നമുക്കതൊരു പോസിറ്റീവ് എൻവയോൺമെൻ്റ് അല്ലാതെ മാറി. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരുന്ന സൗണ്ട് കറക്റ്റില്ലാന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ച് തെളിഞ്ഞ് വരെ ഒരുപാട് സമയം എടുക്കുമെന്നറിയാം. ഇനി അത് മറ്റുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതി നമ്മൾ ആ ഒരു ശീലം അവിടെ സ്കിപ്പ് ചെയ്തു. ഇന്നും ഞാൻ ആലോചിക്കുന്നു, ഞാൻ അന്നേ പ്രാക്ടീസ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ വളരെ നന്നായിട്ട് വയലിൻ വായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയേനെ, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ തീരുമാനിച്ചാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റിൽ നിങ്ങൾ പോയി പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ശീലമായിട്ട് ഒരു ഹാബിറ്റായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. 5ാമത്തെ പോയിൻ്റാണ് റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കും, മിക്ക കമ്പനികളിലും ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസെൻറ്റീവ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ നമ്മൾ IPL മാച്ച് എടുത്താൽ ഏറ്റവും നല്ല ബാറ്റ്സ്മാന്, ഏറ്റവും നന്നായി ഫീൽഡ് ചെയ്ത ആൾ, ക്യാപ്റ്റൻ, അത് എന്നൊക്കെ പറഞ്ഞിട്ട് പല അവാർഡുകളും പ്രൈസുകളും ഇവർ കൊടുക്കുന്നുണ്ട് അല്ലേ. എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ഒരു റിവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും ഒരുപാട് സന്തോഷമുള്ള സാധനമാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു പുസ്തകം വായിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നമ്മളൊന്ന് ജിമ്മിന് പോകാൻ തീരുമാനിച്ചു, നമ്മൾ ബോഡി ഒന്ന് സെറ്റാക്കാൻ തീരുമാനിച്ചു, നമുക്ക് ആരെങ്കിലും റിവാർഡ് തരാൻ പോകുന്നുണ്ടോ? നമുക്ക് ആരും റിവാർഡ് തരാൻ പോകുന്നില്ല, പകരം പലരും നമ്മുടെ കളിയാക്കാനേ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ തന്നെ നമുക്കൊരു റിവാർഡ് ഓഫർ ചെയ്യാണ്. എടാ അളിയാ, നീ ഒരു ദിവസം 2 പേജ് വെച്ച് പുസ്തകം വായിക്കാൻ തീരുമാനിച്ചില്ലേ, അപ്പോൾ ഒരു മാസം കൊണ്ട് ഈ 100 പേജുള്ള പുസ്തകം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഒരു ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം മേടിച്ച് കഴിക്കാം. ഈ ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ മേടിച്ച് കഴിക്കാം. പക്ഷേ നമ്മൾ നമ്മുടെ ബ്രെയിനിന് ഒരു ടാസ്ക് കൊടുക്കുകയാണ്, ഒരു മാസം കൊണ്ട് ഞാൻ ഈ പുസ്തകം വായിച്ച് തീർത്താൽ നിനക്കൊരു ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം മേടിച്ച് കഴിക്കുക എന്നുള്ളൊരു റിവാർഡ് ഓഫർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് തോന്നും, ആടാ ഐസ്ക്രീം നല്ലതല്ലേ, നല്ല ടേസ്റ്റുള്ള സംഭവമല്ലേ, അതും ബാസ്കിൻ റോബിൻസിൻ്റെ, എന്നാൽ പിന്നെ ഈ പുസ്തകം വായിക്കില്ലേ വേണ്ടു, 100 പേജിലേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ 15-20 ദിവസം കൊണ്ട് നമ്മൾ ഈ പുസ്തകം വായിച്ച് തീർക്കും. എന്നിട്ട് നമ്മുടെ ബ്രെയിൻ പറയും മറ്റേ ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം കിട്ടിയില്ലട്ടാ. അപ്പോൾ നമ്മൾ പോകുന്നു, ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം മേടിക്കുന്നു, നമ്മൾ കഴിക്കുന്നു അല്ലേ. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചാൽ കൊള്ളാമെന്ന് എത്ര പേർക്ക് തോന്നി? ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് തന്നെ റിവാർഡ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് അച്ചീവ് ചെയ്യാനും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് നമുക്കൊരു ഗുഡ് ഹാബിറ്റ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുക. 6ാമത്തെ സംഭവമാണ് ട്രാക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ട്രാക്ക് യുവർ പ്രോഗ്രസ് അതായത് ഒരു ജിമ്മിൽ പോയി 6 പാക്ക് ഉണ്ടാക്കിയ ഒരു വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുകയാണ് എന്നാണ് നിങ്ങൾക്ക് 6 പാക്ക് വന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല അല്ലേ. കറക്റ്റ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഷൈൻ ടോം ചാക്ക പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ എത്രാമത്തെ തുള്ളിയിലാണ് എൻ്റെ ദാഹം തീർന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ്, നമ്മളൊരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിൽ ഇതിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചേട്ടാ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കാണുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കട്ടോ, അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് വരാതിരിക്കുമോ? ഇല്ല. നിങ്ങളിപ്പോൾ ഒരു 10 പുതിയ വാക്കുകൾ പഠിച്ചാൽ ആ 10 പുതിയ വാക്ക് നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ. പക്ഷേ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിന്നിരുന്നത്, നമ്മുടെ ആ ഒരു സ്റ്റേജും നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ പ്രൂഫില്ല. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിന് പറ്റിയുള്ളൊരു കിടിലൻ മെത്തേഡാണ് ജേണലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ജേണലിംഗ് മെത്തേഡിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാട്ടെ, എങ്ങനെ ജേണലിംഗ് മെത്തേഡ് ചെയ്യാം. ജേണലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജാതകമാണ് എന്ന് പറയില്ല, അങ്ങനെ പറയില്ലേ. നിങ്ങൾ എവിടെയായിരുന്നെന്നും നിങ്ങൾ എങ്ങനെയാണ് ഗ്രോ ചെയ്തതെന്നും നിങ്ങളുടെ ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നതെന്നും നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നൊക്കെയുള്ള എക്സാക്റ്റ് ഡാറ്റ നമുക്ക് തന്നെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാവുക, ഓക്കെ ഞാൻ ഇത്ര ഗ്രോത്ത് ആയിട്ടാണ്. ഈവൻ 1% ഗ്രോത്ത് ആണെങ്കിൽ പോലും അതൊരു ഗ്രോത്ത് തന്നെയാണ്. ഒരു ഇംഗ്ലീഷിലൊരു പ്രൊവർബുണ്ട്, ഈവൻ ഇഫ് യു ഫോൾ യു ആർ ഫോളിങ് ഫോർവേഡ്, അങ്ങനെ ഒരു ഇതുണ്ട്. കറക്റ്റ് അത് തന്നെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മുന്നോട്ട് പോകുന്നതിനിടയിൽ നിങ്ങൾ വീണാണെങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ മുന്നോട്ടാണ് വീഴുന്നത്. അതായത് നിങ്ങൾ മുൻപോട്ട് തന്നെയാണ് പോകുന്നത്, താഴ്ത്തി വീണെന്നുണ്ടെങ്കിൽ പോലും ബാക്കിലോട്ടല്ല പോകുന്നത് എന്ന്. ക്ലിയർ ആയില്ലേ? അപ്പോൾ റിവാർഡ് സിസ്റ്റം പറഞ്ഞു, നമ്മൾ ട്രാക്ക് യുവർ പ്രോഗ്രസ്സും പറഞ്ഞു. അടുത്തൊരു സംഭവമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്.
പേഷ്യൻ്റ് ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇതിൽ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവും, ഒരാൾക്ക് ജോലി കിട്ടി, ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടാ ഒരു 5-8 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ ആൾ വ്യക്തി വന്നിട്ട് പറയും, ഞാൻ ഈ കമ്പനിയിൽ ജോലി എനിക്ക് മടുത്തു. എന്താ സംഭവം, ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല നീ. അപ്പോൾ നമ്മൾ ചോദിക്കും, നീ അതിന് വന്നിട്ട് എത്ര നാളായി? ഞാൻ 8 മാസമായി ചേട്ടാ വന്നിട്ട്. അതായത് വന്നിട്ട് ആകെ 8 മാസമേ ആയിട്ടുള്ളൂ. 8 മാസം കൊണ്ട് ഒരു കമ്പനിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ടൈം ആയിട്ടില്ല. പക്ഷേ ഈ മില്ലേനിയൽസിന് പ്രത്യേകിച്ച് കേട്ടോ, മില്ലേനിയൽസിനെ കുറ്റം പറയല്ലേ. മില്ലേനിയൽസ് എന്ന് പറഞ്ഞാൽ 2000-ന് ശേഷം ജനിച്ച ആളുകൾക്ക് കാണുന്നൊരു ശീലമാണ്, അവർ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തെടുക്കണം. അതായത് ഞാനൊരു 6 മാസം പണിയെടുത്താൽ തന്നെ ആ കമ്പനിയിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവണം. HR മാനേജറും CEO CFO ഒക്കെ എന്നെ നോട്ടീസ് ചെയ്തിട്ട് പറയണം, ഓഫ് നീ ഒരു 6 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത എഫേർട്ടൊന്നും മറ്റുള്ള ആളുകൾ വർഷങ്ങളായിട്ട് ഇവിടെ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ മറ്റേ ഒരു പഴഞ്ചൊല്ല് പറയില്ലേ, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അതായത് ഒരു ദിവസം കൊണ്ട് ഒരു സുപ്രഭാതത്തിലൊന്നും അത്ഭുതങ്ങൾ സംഭവിക്കില്ല. പേഷ്യൻസോട് കൂടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ഫ്ലെക്സിബിളായിട്ട് നമ്മൾ ഫോക്കസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് വന്നാൽ യെസ് അതിനൊരു ചേഞ്ച് ഉണ്ടാവും. അത് നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരും വേണം. ക്ലിയർ ആയോ? ഇതൊരു പോയിൻ്റാണ് കേട്ടോ 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. ഡേവിഡ് അലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ എഴുത്തുകാരൻ 2019 മൂപ്പര് സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു, നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ ഞാൻ എന്നും എക്സസൈസ് ചെയ്യുമെന്ന് തീരുമാനിച്ചു. പക്ഷേ എല്ലാ ദിവസവും 1/2 മണിക്കൂർ കഷ്ടപ്പെട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ, അല്ലെങ്കിൽ 1/2 മണിക്കൂർ പുസ്തകം വായിക്കാൻ, ഇതൊന്നും നമുക്ക് തുടക്കത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ കാലം ചെയ്തു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 1/2 മണിക്കൂർ 15 മിനിറ്റ് 20 മിനിറ്റ് എന്നുള്ള ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ നേരെ തന്നെ 2 മിനിറ്റ് എന്ന് മാത്രമാക്കുന്നു. 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, 2 മിനിറ്റ് കൊണ്ട് ഞാനൊരു 15 പുഷപ്പ് ചെയ്യും, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഞാനൊരു 20 സിറ്റപ്പ് ചെയ്യും, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ദൂരം ഒന്ന് ഓടിയിട്ട് വരും, 2 മിനിറ്റ് കൊണ്ട് ഞാനൊരു 2-3 പേജ് വായിക്കും, 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാനും അതൊരു ഹാബിറ്റായിട്ട് മാറാനും ഈ 2 എന്നുള്ളത് 20, 30, 40 മിനിറ്റിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകാനും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഡേവിഡ് അലൻ പബ്ലിഷ് ചെയ്ത 2 മിനിറ്റ് റൂള് ഇന്നും ലോകത്തിൽ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന കിട്ടിലെന്നൊരു സംഭവമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു ശീലം 2 മിനിറ്റ് കൊണ്ട് തുടങ്ങാം. പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് ചേഞ്ച് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ പോയിന്റാണ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്ന് പറയുന്നത്. ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ടാസ്കിനെ പല കാര്യങ്ങളായിട്ട് പല കാറ്റഗറി ആയിട്ട് തിരിക്കണം എന്ന് പറയില്ലേ. അപ്പോൾ അത്തരത്തിൽ തിരിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ടാർഗറ്റായിട്ട് തോന്നുന്നുമില്ല. നമുക്ക് ചെറിയ പോർഷനായിട്ട് ചെയ്തിട്ട് നമുക്കത് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്ന പറയില്ലേ. കറക്റ്റ് അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുള്ളിക്കാരൻ ഒരു വലിയൊരു കോറിയിൽ പണിയെടുക്കുകയാണ്. അപ്പോൾ വലിയ കോറിയിൽ പണിയെടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. ഇദ്ദേഹമാണ് ആ ഒരു കോറിയിലെ ഏറ്റവും പ്രായമുള്ള ഒരു പണിക്കാരൻ. അപ്പോൾ പുള്ളി ഒരു വലിയൊരു പാറ എന്ന് പറഞ്ഞാൽ ഭീകരമായ പാറ, അതിൻ്റെ മുകളിൽ പുള്ളിക്കാരൻ ഒരു മറ്റേ ഉളി പോലത്തെ സാധനം വെച്ചിട്ട് ഇത് ചുറ്റിക്കൊണ്ടിരുന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട് വലിയൊരു പാറനെ. അപ്പോൾ എല്ലാ ആളുകളും വന്നിട്ട് പറയും, ചേട്ടാ ഈ പ്രായമായില്ലേ, നിങ്ങൾ വല്ല ചെറിയ കല്ലുമൊക്കെ പോയിട്ട് അടിക്കുക, ഈ കല്ല് പൊളിച്ച് കൊടുത്തിട്ട് ഇത്രയും വലിയ കല്ല് പൊളിച്ച് വലിയൊരു പോർഷൻ കിട്ടി ഒരുപാട് പൈസ ഉണ്ടാക്കുക എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങളുടെ ഈ വയസ്സിലൊന്നും നിങ്ങൾക്ക് ഈ കല്ല് പൊളിക്കാൻ പറ്റില്ല. അങ്ങനെ അതിനുമ്പോൾ അപ്പുറത്തുള്ള ചെറിയ മെറ്റൽ എന്തെങ്കിലും പൊളിക്കുക പറഞ്ഞ് ഇങ്ങനെ എല്ലാം ഇപ്പോഴും കളിയാക്കും കേട്ടോ. പക്ഷേ ഈ പുള്ളിക്കാരൻ ഇതൊന്നും കേട്ടിട്ട് ഒന്നും ഉണ്ടില്ല. പുള്ളിക്കാരൻ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി, ഫോക്കസ്, കോൺസെൻട്രേഷൻ, ഈ സംഭവമൊക്കെ വെച്ചിട്ട് ഈ ഉളിയുമ്പോൾ പതിയെ ഉള്ള ആരോഗ്യം വെച്ചിട്ട് ചുറ്റിക്കൊണ്ട് ഇങ്ങനെ തട്ടി നിൽക്കും. കുറേ നാൾ കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരടിയിൽ ഈ സാധനം പൊളിയും. ഒരടിയിൽ പൊളിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 10,000-ാമത്തെ അടിയിൽ ഇത് പൊളിഞ്ഞു. ഈ വലിയ പാറ 2 കഷ്ണമായി. മുതലാളി ഹാപ്പിയായി, ഇയാൾക്ക് കുറേ പൈസ കിട്ടി. അപ്പോൾ എല്ലാവരും ചോദിച്ചുകൂടാ, ചേട്ടാ എങ്ങനെയാണ് ഇത്രയും വലിയ പാറ ചേട്ടൻ പൊളിച്ചത്, അതിൻ്റെ ആ ഒരു അടിയിൽ അതെങ്ങനെ പൊളിഞ്ഞു? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എത്രാമത്തെ അടിയിലാണിത് പൊളിയുക എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോക്കസ് ആയിട്ട് ഞാനിതിനെ വലിയ പാറ എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്ന് മാറി ഈ ഉളിയിൽ ചുറ്റിക്കൊണ്ട് ഇത്രയും അടി അടിക്കുക, ഫോക്കസ് ചെയ്ത് ആ ഒരു പോയിന്റിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ടാസ്ക് മാത്രമാണ്, ഒരു ടാർഗറ്റ് മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് വന്ന സംഭവമാണ് ഇത്രയും വലിയൊരു പാറ പൊളിഞ്ഞ് എനിക്ക് ഇത്രയധികം പൈസ കിട്ടി എന്നുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു പാറ പൊളിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ള ആളുകൾ എന്നെ പറഞ്ഞതുപോലെ ഞാനും അത് ചിന്തിച്ചേനെ, എന്നെ കൊണ്ട് പൊളിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ട് ഞാനും അത് ചെയ്യാതെ വിട്ടേനെ. പക്ഷെ നേരെ മറിച്ച് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഉളിയിൽ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഈ ചുറ്റി കൊണ്ട് അടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ടാർഗറ്റ്.
അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഔട്ട്കമാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹാബിറ്റ്, എന്ത് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ശീലങ്ങൾ ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഏതൊക്കെ നല്ല ശീലങ്ങളാണ് ലാക്കിംഗ് ഉള്ളത് എന്നുള്ളതും ഏതൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് പേഴ്സണലിയും പ്രൊഫഷണൽ ലൈഫിലും മെച്ചുണ്ടാവും എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യേണ്ടതും കണ്ടുപിടിക്കേണ്ടതും നിങ്ങളാണ് അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യണം എന്നുള്ള ചോയ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് വിടുകയാണ്. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് നല്ലൊരു ഹാബിറ്റ് വളർത്തിയെടുക്കാൻ തയ്യാറാവുന്നു അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് എന്ത് വളർത്തിയെടുക്കണം, എന്ത് ശീലം ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നറിയാത്ത ആളുകൾക്ക് ഈ കമൻറ്റുകൾ വായിക്കാനും അവർക്കത് കണ്ടിട്ട് അവർക്കും ഈ ഒരു ശീലം ഞാനും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് തോന്നി അവരും അടിപൊളിയാക്കിയിട്ട് അവരുടെ പേഴ്സണൽ ലൈഫ് അടിപൊളിയാവാൻ സഹായിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി തുടർന്ന് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മുന്നേ ചെയ്തിട്ടുള്ള പല വീഡിയോകളും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. കണ്ടു നോക്കുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാല്യുബിളായിട്ട് കിട്ടുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.